പാദപൂജ വിവാദത്തിൽ പൊതുജനത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. അധ്യാപകരെയും രക്ഷകർത്താക്കളെയും ബഹുമാനിക്കുന്നത് വരും തലമുറക്ക് നല്ലതാണ്. അധ്യാപകരെ പൂജിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. ഇത് മോശമൊന്നുമല്ല, പക്ഷെ അത് പാദപൂജ ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല. RSSന്റെ അജണ്ട നടപ്പാക്കുന്ന ഒരു രീതിയാണത്. തികച്ചും അത് വിദ്യാർത്ഥികളോട് കാണിച്ച അനീതിയാണ്. എനിക്ക് തോന്നുന്നത് മോശമായി പോയിന്ന്, അങ്ങനെയുള്ള എൻ്റെ അഭിപ്രായം. പിള്ളമാർക്കൊണ്ട് അത് ചെയ്യാൻ പാടില്ല എനിക്ക് തോന്നുന്നു. അല്ല, അത് വലിയ കുഴപ്പമില്ല കാര്യം അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. പ്രാകൃത സംവിധാനമാണ് അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അതിൽ ഇന്നത്തെ പുതുതലമുറക്ക് ഓരോ വേണ്ടാതില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുന്നതാണ്. അതെല്ലാം അതിലൊക്കെ കുറേ രാഷ്ട്രീയങ്ങളൊക്കെ ഉണ്ട്, രാഷ്ട്രീയമുണ്ട് അതിലെല്ലാം. അതൊക്കെ വളരെയധികം തെറ്റായ പ്രവണതയാണ്. സാധാരണ ഇപ്പോൾ സ്കൂളിൽ പിന്നെ ഒരു ബന്ധം എല്ലാം നിലവിൽ വേണം, അതായത് ഒരു ഗുരുക്കന്മാരുടെ ബന്ധം ഇതെല്ലാം വേണം. പാദരക്ഷ എന്ന് പറയുന്നത് ഒരു അംഗീകരിക്കാൻ പറ്റുമെന്നുള്ളത് അത് പൊതുജനങ്ങൾ ചിന്തിക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നത് മോശമായി പോയിന്ന്, അങ്ങനെയുള്ള എൻ്റെ അഭിപ്രായം. പിള്ളമാർക്കൊണ്ട് അത് ചെയ്യാൻ പാടില്ല എനിക്ക് തോന്നുന്നു. അല്ല, അത് വലിയ കുഴപ്പമില്ല കാര്യം അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. പാദപൂജ ചെയ്യുന്നത് സാധാരണ എപ്പോഴും നമ്മൾ വീട്ടിലൊക്കെ അച്ഛനും അമ്മയും പാദം എപ്പോഴും പൂജിച്ചുകൊണ്ട് ഇരുന്നാൽ നല്ലതാണ് എന്നാണ് പണ്ടുള്ളവർ പറയുന്നത്. ഗുരുത്വം വേണം, പക്ഷേ ഓവർ ഇതാക്കാൻ പാടില്ല. അധ്യാപകരെ പൂജിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. ഇത് മോശമൊന്നുമല്ല, പക്ഷെ അത് പാദപൂജ ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല. കാല് തൊട്ട് വന്നിച്ച് എന്ത് പ്രവൃത്തിയും ചെയ്യുന്നത് അത് നല്ലത് തന്നെയാണ്. വളരെ മോശമല്ലേ ഇത്? ജനാധിപത്യത്തിന് എതിരല്ലേ ഇത്? എതിരായിട്ടുള്ള കാര്യങ്ങളല്ലേ, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അത്. വളരെ മോശമാണ്. അവർ ചെയ്തത് എനിക്ക് തെറ്റെന്നും തോന്നുന്നില്ല. കാരണം ഒരു ഗുരുവിനെ എന്താ പറയുക, ഗുരുവിനെ നമ്മൾ ആദരിക്കുക, ബഹുമാനിക്കുക എന്നൊരു ചടങ്ങാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർ പണ്ടത്തെ ഗുരുകുലാചാരം അനുസരിച്ചെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇപ്പോഴത്തെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഗുരുക്കന്മാരെ മറന്ന് മാതാപിതാ ഗുരു എന്നാണ്. ഗുരുക്കന്മാരെ മറന്ന് എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെ കുറച്ച് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം. മുതിർന്നവരെ ഒന്നും വാക്കൊന്നും കേൾക്കുന്നില്ല പിള്ളേർ. അധ്യാപകർ പറഞ്ഞാൽ ഗുരുവല്ലേ, ആ ഗുരുവിനെ അങ്ങനെ ചെയ്യണം. ഗുരു പറയുന്ന പോലെ കേൾക്കണം. ഗുരുനാഥന്മാർ പഠിപ്പിച്ചിറക്കിയ അതിൽ നിന്ന് അവർ ചെയ്യുന്നത് ശരിയല്ലല്ലോ. എത്രയായാലും എന്തായാലും ഇപ്പോൾ ക്ഷേത്രങ്ങളിലെല്ലാം നടത്തുന്ന പോലെ നമ്മൾ സ്കൂളിൽ നടത്തുന്നത് ശരിയല്ലല്ലോ. അത് നല്ല ഹൈടെക് ആയിട്ടും ഇപ്പോൾ എല്ലാം ഹൈടെക് ലെവലിലാണ് പോകുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് അതിൻ്റെ എന്താ അധ്യാപകന്മാർ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ അറിവിൻ്റെ ഒരു ഇത് ഇവർ ചെയ്തു കൊടുത്തതല്ല, അത് മോശമായ ഒരു രീതിയിലേക്കാണ് എനിക്ക് തോന്നുന്നത്. അധ്യാപകരെയും രക്ഷകർത്താക്കളെയും ബഹുമാനിക്കുന്നത് വരും തലമുറക്ക് നല്ലതാണ്. കാരണം ഇപ്പോൾ മൂത്തവരെ പൊതുവെ ബഹുമാനക്കുറവായിട്ടാണ് കാണുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾ അവരെ ബഹുമാനിക്കാറില്ല. എന്തെങ്കിലും പറഞ്ഞ ഉടനെ പോടാ എന്ന് പറഞ്ഞ് പോവുകയൊക്കെ ചെയ്യുന്ന. പണ്ടുള്ളവർ അങ്ങനെയല്ലായിരുന്നു. മൂത്തവരെ കണ്ടാൽ ഒന്ന് ഒതുങ്ങി നടക്കുക, അല്ലെങ്കിൽ മൂത്തവർ ചായ കുടിക്കുന്ന പാട്ടിൽ കയറാതിരിക്കുക. അങ്ങനെയുള്ള കുറച്ച് ബഹുമാനം ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല. പണ്ടത്തെ ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും പണ്ടത്തെ ആചാരങ്ങളൊന്നും അറിയില്ല. അപ്പം അതെല്ലാം നല്ല കാര്യം തന്നെ. അധ്യാപകരെ നല്ലതുപോലെ നമ്മൾ വന്നിക്കണം, നല്ല കാര്യം തന്നെ അത്. അത് തെറ്റെന്ന് തന്നെ പറയാനുള്ളത്. കാരണം വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്നത് പഠിക്കാനാണ്, അല്ലാണ്ട് ഇങ്ങനെ അധ്യാപകന്മാർക്ക് അതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ കുട്ടികളെ കൊണ്ട് തീരെ അവർ ചെയ്യുകയും ചെയ്യില്ല. പിന്നെ അത് ചെയ്ത് തന്നെ തെറ്റാണ്. RSSന്റെ അജണ്ട നടപ്പാക്കുന്ന ഒരു രീതിയാണത്. തികച്ചും അത് വിദ്യാർത്ഥികളോട് കാണിച്ച അനീതിയാണ്. അതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്താനുള്ളത്. തീർച്ചയായും മോശപ്പെട്ടൊരു രീതിയാണ്. നമ്മൾ അധ്യാപകർ വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടത് എവിടെയും നിവർന്നു നിൽക്കാനാണ്. ഒരു സ്ഥലത്തും കുനിഞ്ഞു നിൽക്കേണ്ട ഒരു ഗതികേട് കേരളത്തിൽ ഇന്നേ വരെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായി RSSന്റെ ഒരു അജണ്ട നടപ്പാക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നു.